welcome back to our channel. Who is the best couple challenge? ഈ ഇരിക്കുന്ന രണ്ട് കപ്പിളിൽ നിന്ന് ഇവരിലെ ബെസ്റ്റ് കപ്പിൾ ഏതാ നമ്മൾ തെരഞ്ഞെടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിന്റെ ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ചാൽ നമ്മൾ 3 ടൈപ്പ് ചാലഞ്ചസ് ആണ് ഇവർക്ക് ഇന്ന് കൊടുക്കാൻ പോകുന്നത്. അതെ, ഞങ്ങൾക്ക് ചാലഞ്ച് തരാൻ പോകുന്നത് ഇവർ രണ്ടാളുമാണ്. അതെ, ഞാനും സല്ലും കൂടെ കുറച്ച് ചാലഞ്ചസ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതില് ആരാണോ ഏറ്റവും കൂടുതൽ ചാലഞ്ചസിൽ ജയിക്കുന്നത് അവരായിരിക്കും ഇന്നത്തെ ബെസ്റ്റ് കപ്പിള്. ഇപ്പൊ ഞങ്ങള് ശത്രുക്കളാണ്. ഇതിലെ ഒരു ടീം ഇതൊരു ടീം അങ്ങനെ നമ്മൾ വേർതിരിച്ചിരിക്കുകയാണ്. തമ്മിലൊരു കോമ്പറ്റീഷൻ സ്പിരിറ്റ് അതുണ്ടാവും. അത് ഞങ്ങള് ഇവിടെ ഇരുന്നപ്പോ തന്നെ അങ്ങനെ കയ്യകളിൽ നിന്ന് മാറിയിരുന്നു. ഇന്ന് നമ്മൾ തെരഞ്ഞെടുക്കുന്ന ബെസ്റ്റ് കപ്പിളിന് ഒരു അടിപൊളി സമ്മാനമുണ്ട്. ഇന്നത്തെ ചലഞ്ചിൽ ആരും ജയിക്കാൻ നോക്കാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് റൗണ്ട് തന്നെ ഈറ്റിംഗ് ചാലഞ്ച് ആണ് നടക്കാൻ പോകുന്നത്. വെള്ളത്തിന്റെ ബോട്ടിൽ ഈ പാത്രം ഈ മൂടിയൊക്കെ കണ്ടപ്പോ തന്നെ മനസ്സിലായി ഈറ്റിംഗ് ചാലഞ്ച് വിചാരിക്കുന്ന പോലെ അത്ര സിമ്പിൾ ഒന്നുമല്ല. ഇതിന്റെ ഉള്ളിൽ ഞങ്ങൾ ഒരു ഫുഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിലപ്പോ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാവാൻ പറയാൻ പറ്റൂല. അപ്പൊ ഇതിന്റെ ഉള്ളിൽ എന്ത് ഫുഡാണോ ഉള്ളത് അത് 3 മിനിറ്റ് സമയത്തിന്റെ ഉള്ളിൽ നിങ്ങൾ തിന്നു തീർക്കണം. ഏറ്റവും ഫസ്റ്റ് ഏത് ടീമാണ് കഴിച്ചു തീർക്കുന്നത് എന്നുള്ളത്, അതല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സമയം തീർന്നു പോയാൽ ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി ഏത് ടീം കഴിച്ചു. അപ്പൊ രണ്ടുപേർക്കും ഒരേ സമയത്ത് കഴിച്ചൂടെ? രണ്ടുപേർക്കും ഒരേ സമയം കഴിക്കാം. ഇതിനുള്ളിലുള്ള ഫുഡ് രണ്ടുപേരും ഒപ്പരം കഴിച്ചിട്ടാണെങ്കിൽ 3 മിനിറ്റിനുള്ളിൽ തീർക്കണം. അത്രേ ഉള്ളൂ. അയ്യോ, അപ്പൊ നമുക്ക് ഫുഡ് എന്താ നോക്കാം. റെഡി 3 2 1 കഴിക്കോ. 3 ബർഗർ ഉണ്ട് കേട്ടോ. 1 2 3 ബർഗർ. 3 ബർഗറിന് 3 മിനിറ്റ് അല്ലേ? ഓക്കെ 3 ബർഗർ അല്ലേ? ഓക്കെ റെഡി. ഞാൻ ടൈമർ വെക്കുകയാണ്. വെള്ളം പാടില്ല. കാര്യം ചെയ്യും. അത് ബർഗറൊക്കെ തുറന്നു വെച്ച് പകുതി തിന്നു വെച്ചോ. അങ്ങനെയാണ് ഈ ടീം ശരിയില്ല. രണ്ടെണ്ണം കള്ളമലാണ്. അയ്യോ എനിക്ക് ടെൻഷൻ ആണ്. ഓക്കെ റെഡി. Your time starts now. രണ്ട് മിനിറ്റ് 46 സെക്കൻഡ്. ഷാമിയുടെ ടീം മുന്നേറിക്കൊണ്ടിരിക്കുന്നു. പുതിയ ടാക്ടിക്സ് ഒക്കെ ആണല്ലോ. ഒരു ബർഗർ ഇല്ലേ? ഇതിന് ആദ്യം തന്നെ ബർഗർ 2 കഷ്ണമാക്കിട്ടാ കഴിക്കുന്നത്. 5 കഫേയിലൊക്കെ ഇരുന്ന് കഴിക്കുന്ന പോലെയാണ് കഴിക്കുന്നത്. അവന് ഭയങ്കര സമാധാനമായിട്ട് കഴിക്കുന്നു. ഷാമിയുടെ ടീം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഗൈസ്. അത് ബാക്കി അല്ല പകുതി കിട്ടി. ഷാമിന്റെ പകുതി വാങ്ങി കഴിക്കാണ് ജുനു. ഇവർക്ക് ഡിന്നർ വേണ്ട. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഷാമിന്റെ ടീമിൽ 2 എണ്ണം കഴിയാനായി. ഇവിടെ ഒന്ന് അവിടെ 2 എണ്ണം കഴിയാനായി. 1 മിനിറ്റ് 7 സെക്കൻഡ് മാത്രം ബാക്കി. ജുനുടെ അടുത്ത ബർഗർ 15 ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. വെള്ളം വരെ ചവച്ചിട്ടാ ഞാൻ കുടിക്കല്. വയ്യേ. 31 സെക്കൻഡ് ബാക്കി. അമ്മനായിട്ട് കിളി പോയിരിക്കാണ് ഗൈസ്. ഒരു പകുതി ബർഗർ മാത്രമേ ഇവിടെ ബാക്കിയുള്ളൂ. 16 സെക്കൻഡ് 15 സെക്കൻഡ് 13. അയ്യോ 6 സെക്കൻഡ് 5 4 3 2 1 കഴിഞ്ഞു. രണ്ടാള് വായിലുണ്ട്.
നിങ്ങൾ ഇറക്കി കഴിക്കുന്നതിന് മുന്നേ ഇവർക്ക് അതിട്ട് കഴിക്കാൻ പറ്റുമെങ്കിൽ കഴിക്കാം. നമ്മള് പ്ലാൻ ചെയ്ത പോലെ തന്നെ കാര്യങ്ങൾ ബാക്കി 2 ബർഗർ ചുരുക്കായിരിക്കും തിന്നിട്ടുണ്ടാവുക. ഞാൻ എന്റെ ലൈഫിൽ അത് ഒരൊറ്റ ബർഗറിന്റെ മോള് നേരെ ഞാൻ കണ്ണു ഞെട്ടിപ്പോയി. ഞാൻ കുറച്ചു നോക്കിപ്പോയി, അതാണ് പറ്റിപ്പോയി. ഈ ടീം വിജയിച്ചിരിക്കുകയാണ്. ഇനി അടുത്ത റൗണ്ട് ആരെ ജയിക്കാൻ നോക്കട്ടെ. അപ്പൊ ഒരു പോയിന്റ് ഇവർക്ക്. സെക്കൻഡ് റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പൊ ഈ റൗണ്ട് എന്ന് പറയുന്നത് ഡ്രോയിങ് ചാലഞ്ച് ആണ് വരുന്നത്. അപ്പൊ എന്റെ കയ്യിലുള്ള ഒരു പിക്ചർ ഉണ്ട്. ഈ പിക്ചർ ഞാൻ തന്നെ നേരെ നടുവിൽ ഞാനിത് ഒരു ലൈൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈ പിക്ചറിന്റെ ഒരു സൈഡ് ഒരാളും മറ്റേ സൈഡ് അടുത്ത ആളും വരയ്ക്കേണ്ടതാണ്. എന്ന് വെച്ചാല് ഒരു പാർട്ട്ണർ, അതായത് പകുതി ഒരാളും ബാക്കി പകുതി ഞാനും പകുതി ചുരുക്കായി. അതെ, ആ ഒരു രീതിയിലാണ് അപ്പൊ ഈ ഒരു ചാലഞ്ച് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. പൊതുവേ എക്സാം ചാലഞ്ചിലൊക്കെ വരയ്ക്കുമ്പോ എന്താണ് കൊളാവാറ്. ഞാൻ ശരിയാക്കി തരാം. ഞാൻ രണ്ടാക്കും വരയ്ക്കാറിയോ? വരയ്ക്കാറില്ല. അമലേട്ടന് വലിയ കാര്യമായിട്ട് അറിയില്ലാന്ന് തോന്നുന്നു. എന്താ അറിയോ? അറിയില്ല. എനിക്ക് പിന്നെ ഞാൻ അങ്ങനെ വരയ്ക്കുന്ന സമയത്ത് എന്റെ മൊത്തം കൊളാവാറാണ്. 3 മിനിറ്റ് മാത്രമേ സമയമുള്ളൂ. സമയത്തിനുള്ളിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ തമ്മിലുള്ള ഒരു എന്താ പരസ്പര അണ്ടർസ്റ്റാൻഡിംഗിലൊക്കെ വേണം തീർക്കാൻ വേണ്ടി. ഇതാണ് നമ്മുടെ പിക്ചർ. ഇതിന്റെ സെന്ററിലൂടെ ഞാനിത് ഒരു ലൈൻ വെച്ചിട്ടുണ്ട്. ഇത് ഈ പാർട്ട് ഒരാളും ഈ പാർട്ട് ഒരാളും. ഇവിടെ ഞാൻ വരയ്ക്കും. ഇവിടെ ചെയ്തിട്ട് വേണം കോൺസെൻട്രേഷനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 2 മിനിറ്റ് 46 സെക്കൻഡ്. ഇത് വർക്കാവും തോന്നില്ല ഗൈസ്. ഇത് കുറച്ച് സമയം കൂട്ടി തരാൻ വല്ല വകുപ്പുണ്ടോ? റബ്ബർ തരോ? അയ്യോ ഭഗവാനെ, 2 മിനിറ്റ് 20 സെക്കൻഡ് ബാക്കി. 1.5 മിനിറ്റ് കഴിഞ്ഞാ പറയണേ. 1 മിനിറ്റ് കഴിഞ്ഞാ പറഞ്ഞേ. ഇത് കുറച്ച് ഡീറ്റെയിലിംഗ് ആയിട്ട് വരയ്ക്കാനുള്ളതാണ് കേട്ടോ. എനിക്കിത് ഇങ്ങനെ കാണുന്ന സമയത്ത് ഒന്നും റെഡി ആവില്ല. അയ്യോ ഒക്കെ പോയി. ഇത് കൊളായി. ഞാൻ മാറ്റിയാ. 1 മിനിറ്റ് 50 സെക്കൻഡ് ബാക്കി. ഞാനൊന്നും വരച്ചില്ല. എനിക്ക് പറ്റുന്നില്ല. അയ്യോ ഈ കാല് ഞാൻ വരച്ചിരിക്കുന്ന കൈ വരയ്ക്കാനുള്ളതാണ് കേട്ടോ. കഴിഞ്ഞില്ല. ഇതുവരെ ബാക്കി ഹാഫ് ആരും പാർട്ട്ണർക്ക് കൊടുത്തില്ല കേട്ടോ. മരം അങ്ങനെ വരച്ച് അടക്കടക്കടക്കടക്ക്. ഫുൾ ക്ലിയർ ചെയ്തേ. നേരെ അത് മയക്കണ്ട. അത് പെൻസിലോണ്ട് നേരെ വരച്ചാൽ മതി. ഓക്കെ. നീ ചെവി. ഇത്ര കിട്ടുള്ളൂ. ബാക്കി വരച്ചോ. ഓക്കെ. അവിടെ താടിക്ക് ഒരു ഇത് വരുന്നുണ്ട്. ഓക്കെ. ഇവിടെ ഒന്നും മായ്ക്കണ്ട. 30 സെക്കൻഡ് ബാക്കിയുള്ളൂ. അത് കണ്ടുവരാ. അവനായിട്ട് കുറച്ചും കൂടെ വൃത്തിയിൽ വരയ്ക്കുന്നുണ്ട്. വേഗം വരയ്ക്കും. മതിയായിരുന്നു. എന്നിട്ട് അത് നോക്കി ഞാൻ വരച്ചാൽ മതി. അത് നല്ല വരയ്ക്കും. കണ്ണ് അതൊക്കെ കുഴപ്പമില്ല. ബാക്കി വരയ്ക്കും. കണ്ണ് വരയ്ക്കും. ഒരു ഇല പോലെ വരയ്ക്കും. ഓക്കെ. ഓ പെർഫെക്റ്റ്. മൂക്ക്. ഓ ഈ കണ്ണൊന്ന് റെഡിയാക്കിയാൽ മതി. കണ്ണൊന്ന് ഇത് വെക്കും. ഇവിടെ വരയ്ക്കും. കൈ അങ്ങനെ വരയ്ക്കും. ഓക്കെ ഞാനൊന്ന് കൈ ഇത് വരയ്ക്കും. ഇവിടെ ആ കാല് നേരെ നോക്കിയാൽ ഒരെന്നെ ഫസ്റ്റ്. എന്തൊരു കഷ്ടായത്. ഇത് ഭയങ്കര വ്യക്തമാണ് ഗൈസ് ആരാ ജയിച്ചിരിക്കുന്നത്. അത് ഞങ്ങൾ തന്നെ വേണം പറഞ്ഞാലേ. ഷാമി ജയിച്ചിരിക്കുന്നു. ഞങ്ങള് വെറുതെ കുറച്ചുകൂടെ കൂട്ടാൻ പറ്റുള്ളൂ. അതെ പോയിന്റ്സ് പൊട്ടേണ്ട ആവശ്യമില്ല. എന്ത് ക്യൂട്ട് ആയിട്ടാണ് ഞങ്ങൾ ഇത് കണ്ടെനിക്ക് പേടിയാണ്. ക്യൂട്ടാണ്.
ഇതെന്താ മോളിലോട്ട് നോക്കിക്കുന്നത്? അത് ഞാൻ ഒരു കാര്യം പറയട്ടെ, പൊതുവേ എനിക്കാണ് ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് എനിക്ക് വരയ്ക്കാൻ പറ്റില്ല. പിന്നെ എനിക്ക് ടെൻഷൻ ആയിപ്പോയി. ഇങ്ങനെ ഒരു കലാകാരൻ ഉണ്ടായിരുന്നു എനിക്ക് അറിയില്ല. തെളിഞ്ഞില്ലേ? അല്ല ഈ ഹാഫ് ജുള്ളി വരച്ചതല്ലേ? ഈ ഹാഫ് വരച്ചതാണ്. ഈ ഹാഫ് അമല് വരച്ചതാണ്. അതിന് ഈ ചെവിനെക്കാട്ട് എത്ര നല്ല ചെവിയാണ്. ആദ്യത്തെ ഹാഫ് അമലിന്റെ അടുത്ത് കൊടുത്തിട്ട് അഞ്ചിന് ടെൻഷനിലോട്ട് മാനേജ് ചെയ്യാൻ ഫസ്റ്റ് ഹാഫ് അമൽ കൊടുത്തിട്ട് സെക്കൻഡ് ഹാഫ് അഞ്ച് എടുത്താൽ മതി. ഇനി അടുത്തതില് ഒരു പോയിന്റെങ്കിലും പിടിക്കാൻ പറ്റുമോ നോക്കാം. അവരെ നല്ല സങ്കടം സാരില്ല. ഇനി വേറൊരു ചാലഞ്ച് ഇതുപോലെ വെക്കണേ ജയിക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഞങ്ങൾ സെറ്റ് ആക്കി തരാം. നമ്മൾ വാശിയേറിയ പോരാട്ടത്തിന്റെ അവസാന റൗണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇതിൽ മുന്നിട്ട് നിൽക്കുന്നത് ജുനു ഷാമി ടീമാണ് കേട്ടോ. ഞങ്ങൾ ആലോചിക്കുന്ന സമയത്ത് ഈ ചാലഞ്ചിന്റെ പേരെന്തായിരുന്നു? ഹൂസ് ദ ബെസ്റ്റ് കപ്പിൾ. 2 പോയിന്റും ഇല്ലാതെ വെറുതെ ഇരിക്കുകയാണ്. അല്ല അങ്ങനെ ബെസ്റ്റ് കപ്പിൾ അത്ര ഭവ്യതൊന്നും വേണ്ട. ഞാൻ ഞങ്ങളെ വിഷമം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ ടീമിന് ഒരു പോയിന്റ് നേടിയെടുക്കാൻ പറ്റുമോ? വാശിയുള്ളവർ മുന്നേറുന്നത് നമുക്ക് നോക്കാം. ഓക്കെ അപ്പൊ ഓരോ റൗണ്ട് കൂടുന്നതും നമ്മുടെ എന്താ പറയാ മത്സരത്തിന്റെ കാഠിന്യം കൂടി വരും. അതേപോലെ തന്നെ ഈ റൗണ്ടിൽ നമുക്കുള്ളത് പസിലുകളാണ്. വെരി ഗുഡ്. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് മുന്നേ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇപ്പോഴാ ചെയ്യാൻ പോകുന്നത്. ഒരേ കാഠിന്യമുള്ള 2 പസിലുകളാണിത്. അപ്പൊ ഇത് രണ്ടും നമ്മൾ ഈ 2 പേർക്കും കൊടുത്തിട്ടുണ്ട്. ജംഗിൾ ബുക്ക് ആട്ടെ ഞങ്ങക്ക് കിട്ടിയത്. എനിക്ക് ലയൺ കിങ് ആണ് കിട്ടിയത്. പക്ഷെ ഇതിലുള്ള ഇത് ടിമോൺ ഇത് പുമ്പി അങ്ങനെ എന്തോ അല്ലായിരുന്നോ? ഇത് കൊച്ചു ടിവിയിൽ ഉണ്ടായിരുന്നു. ഇത് നമ്മളെ മറ്റേ മൗഗ്ലി. അത്ര അറിയുള്ളൂ. മൗഗ്ലി പിന്നെ കൂടെ ഉള്ള കുറെ നമുക്കറിയോ ടിമോൺ ആൻഡ് പുമ്പ? അത് അതിന്റെ ഉള്ളിൽ വരുമ്പോ ഓപ്പൺ ചെയ്യാനില്ല. ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പൊ വെക്കാലോ ഫ്രണ്ട്സ്. റെഡി റെഡി. ഇത് ഇരിക്കട്ടോ. ഇതാണ് ഇവിടെ റെഫറൻസ്. അപ്പൊ 108 പീസ് ഉണ്ടാവും അല്ലേ? 108 പീസ് അതിൽ 108 പീസ്. ഓക്കേ സൈസ് ഒക്കെ സെയിം ആണ്. റെഡി അല്ലേ? റെഡി റെഡി. 3 2 1 ഓപ്പൺ ചെയ്തോ. ഇതിലെല്ലാം ഉണ്ട് ഉറപ്പല്ലേ? അതെ. ഇല്ലടി ആദ്യം നിർത്തി എല്ലാം നിർത്തി. ഒരേപോലത്തെ ആ പോർഷൻ ഉള്ളത് ഇതൊക്കെ ഒന്നിച്ച് വെക്കാം. നിരത്ത് ഇവര് തമ്മിലുള്ള കണക്ഷൻ എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ ഈ ഒരു പസിൽ ഗെയിമിലൂടെ നല്ല ഡഫാ. അത് എവിടെ തുടങ്ങണോ? ഇത് ടോട്ടൽ 108 പീസ് ഉണ്ട്. ആ 108 എണ്ണോ എന്നാലും നമ്മളെ ഗെയിം കഴിയുള്ളൂ. 108 പീസോ? ഒരേപോലത്തെ പീസസ് ടാസ്ക് ആയിട്ടുള്ള സാധനമാണ് ഗൈസ്. അതെ ഞാൻ ഓരോ സാധനം മനസ്സിലായോ? അയ്യോ ഇത് പെട്ടല്ലോ ഗൈസ്. ഒരുപാടും കിട്ടണല്ലോ. ആ പുറത്തുള്ള പിക്ചർ നോക്കൂ. സെന്ററാട്ടോ. ആ അനക്കരുത്. ഇത് രണ്ട് പീസും കൂടെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മിക്സ് ആയാൽ കഴിഞ്ഞു കേട്ടോ. പിന്നെ മനസ്സിലാവൂല. ഇവിടെ നിന്ന് ഇങ്ങോട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഫുള്ള് പുറത്തിട്ടോ. എനിക്ക് മൗഗ്ലിന്റെ മേല് കിട്ടിക്കഴിഞ്ഞാൽ തരുമോ? അവിടെ തല കണ്ടെത്തി. എന്താ വേണ്ടത്? മൗഗ്ലിയുടെ തലയിതാ. മൗഗ്ലിക്ക് എത്ര വലിയ 2 തല കിട്ടി. ഇല്ല അല്ലടാ അവിടെ 2 കുട്ടിയുണ്ട്. അതാണോ? എവിടെ 2 കുട്ടി? ഇവിടെ ഒരു കുട്ടി ഇവിടെ ഉണ്ട്. ഇതെന്തിനെത്ര കുട്ടികള്? വളരെ ഭയങ്കര ടാസ്ക് ആട്ടോ. സെന്ററല്ലേ? ഇവിടെ കാട്ടുപോത്തിന് കിട്ടിയിരിക്കുന്നു. കാട്ടുപോത്തിന്റെ നോക്ക്. ഇവിടെ മൗഗ്ലിന്റെ തലയായി മേലായി കാലും കൈയൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ബാക്കിയുള്ളവർക്കായി 3 പീസുകൾക്ക് 5 ടീം മുന്നിലാണ്. ബോഡി കിട്ടിയ ബോഡി കിട്ടിയ ഏതിന്റെ ബോഡി? ഞാനൊരു സാധനം സെന്ററിൽ പോയി. ഇത് മൊത്തം ആ കൊരൻ ഇതാണ്, ആ പോത്താണ്. തൊട്ട് ബാക്കിലാണ് ഈ സാധനം വരുന്നത്. വാലിന്റെ ഭാഗം ഇവിടെ അല്ല. എങ്ങനെ വാല് വരെ? കാലല്ലേ ഇത്? ഇത് 2 കാല്. ഇവിടെ ഇത്രയും ഇതും പിന്നെ ഇത് ഈ പീസസും 5 വെച്ചിട്ടുണ്ട്. 5 ടീം വെച്ചിട്ടുണ്ട്.
ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ദേ ഇത്രയും പീസ് ഷാമിന്റെ ടീം വെച്ചിട്ടുണ്ട്. അതിന്റെ മുഖം ഫില്ലായേ. രണ്ട് ടീമുകൾ തമ്മിൽ ബുദ്ധിപരമായിട്ടുള്ള മത്സരമാണ് guys നമ്മൾ ഉദ്ദേശിച്ചത്. അതന്നെയല്ലേ നടക്കുന്നത്? അതന്നെയാണ് നടക്കുന്നത് തോന്നുന്നു. ഇതാണോ അതോ അല്ലല്ലേ അല്ലേ? ഏകദേശം ഇതിന്റെ സെന്റർ ഒന്ന് റെഡി ആയി വരുന്നുണ്ട്. അവർ പഴത്തിന്റെ ചെറിയ പീസ് കൂടി ഇതാ ഇതിന്റെ അടുത്ത് തന്നെ മുമ്പായിട്ടുള്ള പഴം അതല്ല ഇതിന്റെ ബാക്കി നോക്കിയാൽ മതി. ഈ കാലിന്റെ പീസ് ഇതിന്റെ കാലിന്റെ ഒരു പീസും കൂടി ഉണ്ടല്ലോ. ഷാമിന്റെ ടീം വളരെ പെട്ടെന്ന് മുന്നോട്ട് എത്തിയിരിക്കുന്നു തോന്നുന്നു. വലിയൊരു പീസ് അവിടെ കംപ്ലീറ്റ് ആയി. പെട്ടെന്ന് തന്നെ കരടീന്റെ മുഖം കിട്ടി. കരടിന്റെ കാലെങ്ങനെ നോക്കി പറഞ്ഞില്ല കടീനെ കാലം എവിടേക്കോ ആണ്. മൗഗ്ലിനെ ഒരു ഫുൾ മൗഗ്ലിനെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ദാ ഒരു പുലി പുലിന്റെ ഇങ്ങനെ ഒരു പോർഷൻ കിട്ടിയില്ല. ഇത് നടുവത്തെ പീസ് ഇട്ടേക്കും. ഷാമി വളരെ ടാക്ടിക്കലായിട്ട് മുന്നേറുകയാണ്. ജുരു ഷാമിനെ ഇതിനടുത്ത് എണീച്ചിട്ട് പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതും പോത്തിൻ തന്നെയാണ്. എവിടെയാണ് ഇപ്പോഴും പോത്തിൽ തന്നെയാണ് ഇപ്പോഴും പോത്ത് തന്നെ. ഫുള്ള് കളറി കളർ വരുന്നുണ്ടോ? അഞ്ചിക്ക് പ്രാന്തായി തുടങ്ങിയിരിക്കുന്നു. പണക്കൊല മൊത്തം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടെ കരടിനെ പകുതി സെറ്റ് ആക്കിയിട്ടുണ്ട്. ഷാമിന്റെയും ജുനുവിന്റെയും ടീം അത് വളരെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു പോർഷൻ ഫുൾ അവർ കംപ്ലീറ്റ് ചെയ്ത് ബാക്കിയുള്ളൊക്കെ അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട്. വളരെ വാശിയേറിയ ഒരു മത്സരമായി പോയി. അതെ, ഇവിടെ നോക്കുകയാണെങ്കിൽ ഏതൊക്കെയോ എഡ്ജസ് ഇവര് ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് എന്തൊക്കെ കുറെ കൂട്ടി യോജിപ്പിച്ചാണ് എന്താ സ്ഥിതി എന്നുള്ളൊരു പിടിയും കിട്ടുന്നില്ല. ഇവിടെയും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വാശിയേറിയ കടുത്ത ബുദ്ധി കൊണ്ടുള്ള മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആരാ ജയിക്കുന്നുള്ളത് ഇപ്പോഴും പറയാനായിട്ടില്ല. തുടങ്ങി അരമണിക്കൂറായി. ഞങ്ങൾ പെട്ടെന്ന് തീർന്നു വിചാരിച്ചു. 108 പീസ് എന്നുള്ള സത്യം പറഞ്ഞാൽ ഞങ്ങൾ വായിച്ചു നോക്കിയില്ല. അങ്ങനെ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഷാമിന്റെയും ജുനുവിന്റെയും ടീം അത് ഇത്രയും ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് ചുറ്റിനും കാണുന്ന ഇത്ര മാത്രം പീസസേ ബാക്കിയുള്ളൂ കേട്ടോ. ഈ ഇലകളും പൂക്കളും ആയതുകൊണ്ടാണ് ഇത്രയും കൺഫ്യൂഷൻ വരുന്നത്. കംപ്ലീറ്റ് ഒരു സ്ക്വയർ ഫിൽ ആവാനായി ഇനി ചുറ്റിനും കിടക്കുന്ന ഈ പീസസ് ഇടയിൽ വെച്ച് കൊടുക്കാൻ മാത്രമേ ഉള്ളൂ. വാശിയേറിയ പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കുന്ന പീസസ് മാത്രമേ അവിടെ വെക്കാൻ ബാക്കിയുള്ളൂ. ഇവിടെ വിരലിൽ ഉണ്ടാവുന്ന പീസ് അല്ല, കുറച്ച് കൂടുതൽ പീസ് ഉണ്ട്. പക്ഷെ എവിടെയാന്നുള്ളവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സത്യം പറഞ്ഞാല് അഞ്ചിന്റെ അമലിന്റെ ടീം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏതൊക്കെയോ പീസസ് മിസ്സിംഗ് ആണോ ഡൗട്ട് ഉണ്ട് കേട്ടോ. അതായത് ഞങ്ങൾ വെച്ച് കഴിഞ്ഞിട്ട് ഇത് കാണുന്നില്ല. അങ്ങനെയാണെങ്കിൽ കയ്യിലുള്ള പീസസ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജയിച്ചതായിട്ട് കൂട്ടും. പീസസ് മിസ്സിംഗ് എന്നുള്ള കുഴപ്പമില്ല. ലാസ്റ്റ് 2 പീസസ് മാത്രമേ ഇവിടെ ബാക്കിയുള്ളൂ. പക്ഷെ എണ്ണി നോക്കാൻ 108 പീസ് ഉണ്ടോ എന്നുള്ളത്. ഓക്കെ ഇതിന്റെ ബാക്കിട്ടോ അഞ്ചെണ്ണത്തിന്റെ ബാക്കി സെറ്റ് നോക്ക്. സത്യട്ടോ ഇതിപ്പോ ഞങ്ങള് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു എത്ര മണിക്കൂറായി? 1 മണിക്കൂറായി. പൂക്കള് പൂക്കളൊക്കെ വെക്കാൻ പറ്റും. കാല് പഴത്തൊരി കറക്റ്റാണ്. ചാലഞ്ച് കഴിഞ്ഞപ്പോ ഞങ്ങൾ സെറ്റാക്കി വെച്ചു. 5 ഇത് കമ്പാരിറ്റീവ്ലി എളുപ്പമാണ് വെക്കാൻ. ഞാൻ ഫുള്ള് കണക്കി ഇത് വെക്കണം. വാഴക്കൊല ഇല ഈ ഭാഗം ഭയങ്കര ക്രൗഡഡ്. അത് പക്ഷെ അത്ര ക്രൗഡഡ് അല്ല. ഈ ഷെയ്ഡ് ആവുമ്പോ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് എവിടൊക്കെ വെക്കണം എന്നുള്ളത് കൺഫ്യൂഷൻ ആയി പോകും. ലാസ്റ്റ് റൗണ്ടെങ്കിൽ ഞങ്ങൾ ജയിച്ച് 1 പോയിന്റ് ആണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഇവന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ വേണമെങ്കിൽ ഒന്ന് ടൈ ആക്കാൻ പറ്റുമെന്ന് ശ്രമിക്കായിരുന്നു. പക്ഷെ ആകെ 3 റൗണ്ടേ തന്നുള്ളൂ. ഭയങ്കര വാശിയേറിയ പോരാട്ടത്തിൽ ഷാമിന്റെയും ജുനുവിന്റെയും ടീം വിജയിച്ചത്. 2 പോയിന്റ് ഇവർക്കും 1 പോയിന്റ് ഇവർക്കും. ഒരു റൗണ്ട് കൂടി വെക്കായിരുന്നു. ടൈയെങ്കിലാക്കാൻ പറ്റും. ഞങ്ങൾ എന്നിട്ട് അത് തീർക്കാൻ വേണ്ടി ആ അവസ്ഥ ഉണ്ടായില്ല. എന്തായാലും 3 റൗണ്ടിൽ നിർത്തിയോണ്ട് ഇവര് ജയിച്ചിരിക്കുകയാണ്. അപ്പൊ വിന്നറിനുള്ള പ്രൈസ് ഉണ്ട് guys. തുറന്നു നോക്ക്. ഞങ്ങൾക്ക് എന്തെങ്കിലും തരണേ. ഇത് ഞങ്ങൾ എല്ലാരും കൂടി പങ്കിട്ട് കഴിക്കും. ഇതുവരെ അങ്ങോട്ടും കൂടി ജഗടിയായിരുന്നു. ഒന്നര മണിക്കൂറാണ് അത്രയും ലോകമായിട്ട് പോകുന്നത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. നല്ല ഇഞ്ചോടിച്ച് പോരാട്ടമായിരുന്നു. അപ്പൊ പാർട്ട് 2 വേണമെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യാം. പുതിയ എന്തെങ്കിലും ചാലഞ്ചസ് ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ അതുകൂടെ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. നല്ല ഒരു അടിപൊളി കോമ്പറ്റീഷൻ ആയിരുന്നു. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരും. അത് This is Shamya. This is Sanjita. Signing off.